പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയെക്കുറിച്ചാണ്. പല ദൈവമക്കളും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന കാര്യത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നില്ല. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത അനേകം ആളുകളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്ന ആളുകളെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പ്രാർത്ഥന കേട്ടോ കേട്ടില്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നിനക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത എന്തായിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ദൈവത്തോടുള്ള വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. AD 327 പേർഷ്യൻ സാമ്രാജ്യത്തിൽ സാപ്പോർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ 2 വിശ്വാസ വീരന്മാർ ജീവിച്ചിരുന്നു. അവരുടെ പേരാണ് ജോനാസും ബറാക്യൂസും. അവർ വിശ്വാസ വീരന്മാരായിരുന്നു. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന വചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരുന്നു. സാപ്പോർ രാജാവ് അതികഠിനമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന രാജാവായിരുന്നു. ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ, സാപ്പോർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉടനീളം ക്രിസ്തീയ മർദ്ദനങ്ങൾ, മതമർദ്ദനം ഉണ്ടായി. അനേകം വിശ്വാസികൾ കർത്താവിനോടുള്ള വിശ്വസ്തത ഉപേക്ഷിച്ച് ഏക ദൈവ ആരാധന വിട്ട് അഗ്നിയെയും ജലത്തെയും സൂര്യനെയും ചന്ദ്രനെയും ചക്രവർത്തിയെയും ആരാധിക്കാനും വണങ്ങാനും തുടങ്ങി. എന്നാൽ ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ ഇപ്രകാരം ദൈവമക്കളെ പഠിപ്പിക്കുന്നു: തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. മകനെ, മകളെ, നിന്റെ ദൈവത്തെ നീ അറിയുന്നുവോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് പ്രതികൂലത്തിന് നടുവിൽ വീര്യത്തോടെ നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതാ, സാപ്പോർ രാജാവിൻ്റെ കിരാതമർദ്ദനത്തിൽ അനേകർ കർത്താവിനെ ഉപേക്ഷിച്ചപ്പോൾ, തങ്ങളുടെ നാഥനെ തള്ളിക്കളഞ്ഞപ്പോൾ, ജോനാസും ബറാക്യൂസും അവിടെ വീര്യത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകി. ഹുബാബ എന്ന സ്ഥലത്ത് ക്രിസ്തീയ മർദ്ദനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദുർബലരായ വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ ജോനാസും ബറാക്യൂസും പാഞ്ഞെത്തി. അവിടെ എണ്ണമില്ലാത്ത ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവർക്ക് വിശ്വാസവും സ്ഥൈര്യവും കൊടുത്ത് കർത്താവിൽ അവരെ ബലപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അപ്പസ്തോലിക വീര്യത്തോടെ ജോനാസും ബറാക്യൂസും ഹുബാബ എന്ന സ്ഥലത്ത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി.
ചക്രവർത്തിയുടെ പട്ടാളക്കാർ ഹുബാബ എന്ന സ്ഥലത്ത് വെച്ച് ജോനാസിനെയും ബറാക്യൂസിനെയും ബന്ധിച്ചു. അതികഠിനമായി മർദ്ദനം അഴിച്ചുവിട്ടു. ജോനാസിനെ അവർ വളരെ കിരാതമായി പീഡിപ്പിച്ചു. ജോനാസിനെ കൂർത്ത ഒരു കുറ്റിയുടെ മുകളിൽ അദ്ദേഹത്തിൻ്റെ പൊക്കിൾ കൊടിയിൽ കൂടെ തറഞ്ഞു കയറത്തക്ക വിധം ആ ജോനാസ് എന്ന വ്യക്തിയെ കമിഴ്ത്തി കുറ്റിയുടെ മുകളിൽ ആഞ്ഞിട്ട് അദ്ദേഹത്തെ ചവിട്ടി ആ കുറ്റി കൊണ്ട് തറച്ചു പിളർന്നു. അദ്ദേഹത്തിൻ്റെ ഉദരം പിളർന്ന് കുറ്റി പുറത്തു വരാൻ തക്ക വിധം ജോനാസിനെ പീഡിപ്പിച്ച് പുറത്ത് വലിയ വടി കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ജോനാസ് തൻ്റെ വിശ്വാസത്തിൻ്റെ അധിനാഥനെ തള്ളിക്കളഞ്ഞില്ല. ജോനാസിനോട് പറഞ്ഞു, നീ ജലത്തെയും അഗ്നിയെയും സൂര്യനെയും ചന്ദ്രനെയും ചക്രവർത്തിയെയും ആരാധിക്കുക. ജോനാസ് പറഞ്ഞു, ഞാൻ ജലത്തെയും അഗ്നിയെയും സൂര്യനെയും ചക്രവർത്തിയെയും തള്ളിക്കളയുന്നു. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവർ വീണ്ടും അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു. അദ്ദേഹം യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നില്ലെന്ന് കണ്ടപ്പോൾ കിരാതമായ മർദ്ദനമുറകൾ അദ്ദേഹത്തിന് മേൽ അഴിച്ചുവിട്ടു. അദ്ദേഹത്തെ അസ്തപ്രജ്ഞനാക്കി. അവർ ചക്രവർത്തിയുടെ കിരാതന്മാരായ പട്ടാള വ്യൂഹങ്ങൾ ബറാക്യൂസിന് നേരെ തിരിഞ്ഞു. ബറാക്യൂസിനോടും ജലത്തെയും അഗ്നിയെയും സൂര്യനെയും ചന്ദ്രനെയും ചക്രവർത്തിയെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. ബറാക്യൂസ് സധൈര്യം തങ്ങളുടെ ജീവന്റെ നാഥനെ ആരാധിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ ബറാക്യൂസിനെ അവർ അതികഠിനമായി പീഡിപ്പിക്കുകയും നാസാദ്വാരങ്ങളിലൂടെ ഉരുക്കിയ ഈയം ഒഴിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാവ് മുറിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അരിഞ്ഞു കളയുകയും ചെയ്തു. അങ്ങനെ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ബറാക്യൂസ് തങ്ങളുടെ ജീവന്റെ അതിനാഥനെ, വിശ്വാസത്തിന്റെ അതിനാഥനെ തള്ളിക്കളഞ്ഞില്ല. വീര്യത്തോടെ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി, വീര്യത്തോടെ യേശു ക്രിസ്തുവിനെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവരെ അതികഠിനമായി പീഡിപ്പിച്ച് അതികഠിനമായി ഇവരെ മരണശിക്ഷയ്ക്ക് വിധേയമാക്കി. ജോനാസിന്റെ നാവ് മുറിച്ചു കളയുകയും തലയിൽ നിന്ന് തൊലി ഉരിഞ്ഞെടുക്കുകയും ചെയ്ത് അതികഠിനമായി കിരാത പീഡനമേൽപ്പിച്ച് വധിച്ചു കളഞ്ഞു. ബറാക്യൂസിനോട് പറഞ്ഞു, നിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ യേശുവിനെ തള്ളി അഗ്നിയെയും ജലത്തെയും ആരാധിക്കുക. ബറാക്യൂസ് സധൈര്യം പീഡനത്തിന് നടുവിലും വിശ്വാസത്തിന് ബലം വിടാതെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ജലത്തെയും അഗ്നിയെയും തള്ളി പറഞ്ഞു. അവർ ബറാക്യൂസിന്റെ അധരങ്ങൾ വാ പൊളിച്ച് ഉരുക്കിയ ടാർ ഒഴിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീര്യത്തോടെ കർത്താവിനെ ഏറ്റുപറഞ്ഞ രണ്ട് വീരസന്താനങ്ങളാണ്, തിരുസഭയുടെ രണ്ട് വീരസന്താനങ്ങളാണ് ജോനാസും ബറാക്യൂസും. ഇവരുടെ രക്തത്തിൽ ഒരു വലിയ ശക്തി എപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവിനോട് എൻ്റെ മരണം വരെ എനിക്ക് വിശ്വസ്തനായിരിക്കണം. ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ തള്ളി ലോകത്തിന്റെ വഴികളിലൂടെ പോകുന്ന നമ്മെ ലജ്ജിപ്പിക്കുന്ന വീരന്മാരല്ലേ ജോനാസും ബറാക്യൂസും. ഒരു ചെറിയ കാര്യം മതി കർത്താവിനെ തള്ളി പറയാൻ, ഒരു ചെറിയ ബുദ്ധിമുട്ട് മതി കർത്താവിന് ഉപേക്ഷിച്ച് ലോകത്തിന്റെ വഴിയെ പാഞ്ഞു പോകാൻ വേണ്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഈ ഓട്ടം എങ്ങോട്ടാണ്? യേശു ക്രിസ്തുവിനെ തള്ളിയുള്ള ഈ ഓട്ടം എങ്ങോട്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ വിശ്വസ്തനായിരിക്കാനുള്ള വിളിയുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം, പരീക്ഷകളെ ക്ഷമയോടെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവിടുന്ന് അവർക്ക് നൽകും. മരണം വരെ വിശ്വസ്തരായവർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിന്റെ പേരാണ് ജീവന്റെ കിരീടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജീവന്റെ കിരീടം പ്രാപിക്കാൻ വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും തല വെറുതെ ബോഷ്ക് ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനും അശുദ്ധ ചിന്തകൾക്ക് വിട്ടുകൊടുക്കാനും അങ്ങനെ ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളുടെ ഇരിപ്പിടമാകാനും വേണ്ടിയുള്ളതല്ല. ഇത് ജീവന്റെ കിരീടം വെക്കാനുള്ള തലയാണെന്ന് ദൈവവചന പ്രകാരം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവജനമേ, റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. എങ്ങനെയെങ്കിലും ശുശ്രൂഷിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. നിങ്ങളുടെ വിശ്വാസ ജീവിതം എങ്ങനെയുള്ളതാ? നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയുള്ളതാ?
ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നതിൽ പരാജയപ്പെടുന്നു, എനിക്ക് വളരാൻ പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥനയിൽ വീണു പോകുന്നു, ഞാൻ വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പരാതി പറയുന്നുണ്ടല്ലോ. മക്കളെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്ക്. എങ്ങനെയുള്ള നിങ്ങളുടെ ആത്മീയ ജീവിതം? തീഷ്ണതയിൽ മാന്യം കൂടാതെ കത്തിജ്വലിക്കുന്ന ഹൃദയത്തോടെയാണോ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൽ നിലനിന്ന് നിരവധി പീഡനങ്ങളുടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. വിശ്വസ്തത. വിശ്വസ്തത. വിശ്വസ്തതയുള്ളവർക്ക് മാത്രമേ കിരീടം ലഭിക്കുകയുള്ളൂ. ജീവന്റെ കിരീടം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പീഡനത്തിന്റെ നടുവിലും കർത്താവിനോട് കൂടെ ചേർന്ന് വാഴാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? വിശ്വസ്തത എന്ന പുണ്യത്തിന് വേണ്ടി കർത്താവിന് മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ജീവിക്കുന്നെങ്കിൽ ഒരു ജ്വലിക്കുന്ന തീപ്പന്തം പോലെ ജീവിക്കണം. ജീവിക്കുന്നെങ്കിൽ ഒരു ജ്വലിക്കുന്ന തീപ്പന്തം പോലെ ജീവിക്കണം. ചത്തേ ചതഞ്ഞേ എന്ന് പറഞ്ഞ് മടുത്തും അങ്ങനെ ഒരു ഉന്തുവണ്ടിയെ പോലെ ജീവിച്ചാൽ പോരാ. അങ്ങനെ മടുത്ത് മുന്നോട്ട് പോയാൽ പോരാ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കത്തി ജ്വലിക്കേണ്ട ഒരു ജീവിതമാണ്. ഇത് തീഷ്ണത കൊണ്ട് ജ്വലിക്കേണ്ട ഒരു ജീവിതമാണ്. അതുകൊണ്ട് എഫേസൂസ് ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും, മിശിഹ നിന്റെ മേൽ കത്തി പടരട്ടെ, മിശിഹ നിന്റെ മേൽ കത്തി ജ്വലിക്കട്ടെ. ഒരു തീപ്പന്തം പോലെ മിശിഹ നിന്റെ മേൽ കത്തി 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 ജ്വലിക്കുന്ന ഒരു പ്രകാശ ഗോപുരമായി, ഒരു അഗ്നി ഗോപുരമായി, യേശു ക്രിസ്തു കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു അഗ്നി ഗോപുരമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ വേണ്ടി എളിമയോടെ കർത്താവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലിഖിതത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, എൻ്റെ ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. വിശ്വാസത്തിൽ ദുർബലരായവരെ, ആത്മീയമായി മന്ദത ബാധിച്ചവരെ, ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരെ, ഈ നിമിഷങ്ങളിൽ പൗരുഷത്തിന്റെ ആത്മാവ് എല്ലാവരുടെ മേലും ആവസിക്കട്ടെ. ദാനിയേലിൽ പ്രവർത്തിച്ച ആത്മാവ്, ജോനാസിലും ബറാഖ്യൂസിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആത്മാവ്, അപ്പസ്തോല നിരകളിൽ കത്തിപ്പടർന്ന ആത്മാവ്, ശക്തിയുടെയും പൗരുഷത്തിന്റെയും ആത്മാവ്, തിരുസഭയുടെ ആത്മാവ് ഇപ്പോൾ ദൈവജനത്തിന്റെ മേൽ ഒഴുകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, മുരടിച്ച് മങ്ങിപ്പോയ ജീവിതങ്ങളെ ഇപ്പോൾ അവിടുന്ന് കത്തി ജ്വലിപ്പിക്കണമേ. തളർന്നവരെ ഉണർത്തണമേ, നിർവീര്യരായവരെ വീണ്ടും ജീവിപ്പിക്കണമേ, മരിച്ചുപോയവരെ ഉയർപ്പിക്കണമേ. വിശ്വാസത്തിന്റെ ശക്തി കെട്ടവരെ ഇപ്പോൾ ഒരിക്കൽ കൂടെ വിശ്വാസത്തിന്റെ ശക്തിയാൽ കത്തിജ്വലിക്കുവാൻ തക്കവിധം അങ്ങ് ഉയർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജഡത്തിന്റെ മേലും ദൈവത്തിന്റെ അരൂപി, ജീവന്റെയും പൗരുഷത്തിന്റെയും അരൂപി ഇപ്പോൾ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ സകലരും ഉണരട്ടെ. ഹല്ലേലൂയ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി മരണം വരെ വിശ്വസ്തയോടെ കർത്താവിനെ സാക്ഷിക്കുന്ന വീരന്മാരായി മാറാൻ തക്കവിധം ഇന്ന് ഈ നിമിഷം അങ്ങയുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം തലമുറകളായി വിശ്വാസികൾക്ക് ശക്തി പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ അധിനാഥൻ യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മളുടെ കൂടെ. ഈ നിമിഷങ്ങളിൽ മക്കളെ, മനസ്സ് തുറന്ന് അവൻ്റെ നാമം വിളിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങളുണ്ട്. മനസ്സിൽ തളർന്നിരിക്കുന്നവർക്കിപ്പോൾ പുതുശക്തിയുണ്ട്. പീഡനങ്ങളിലും പ്രതികൂലങ്ങളിലും ആത്മീയ പൗരുഷം കെട്ടുപോയവർക്ക് ഇതാ ഇപ്പോൾ പുതുജീവനുണ്ട്. വാടി തളർന്നിരിക്കുന്ന അവിടുത്തെ അവകാശത്തെ അവിടുന്ന് ധാരാളം മഴ പെയ്യിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന നിമിഷങ്ങളാണിത്. ഇത് സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ നിമിഷം. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞ് കടന്നു വരുന്നവനെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ നിലവിളി കേട്ട് അടുകിലേക്ക് വരണമേ. ഇപ്പോൾ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ പരാജയങ്ങൾ സംഭവിച്ച് അങ്ങയെ വിട്ടുപേക്ഷിച്ച മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പാപത്തിനു വേണ്ടി അങ്ങയെ ഉപേക്ഷിച്ച് പോയ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഒരിക്കൽ കൂടെ അവിടുത്തെ അരൂപിയെ ഞങ്ങളുടെ എല്ലാവരുടെ മേൽ അയക്കണമേ എന്ന് സാംസനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കൃപയുടെ രാത്രിയായി മാറട്ടെ.
ഇപ്പോൾ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൊടണമേ കർത്താവേ. മനസ്സിൽ തളർന്നിരിക്കുന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പാപത്തിൽ ദുർബലരായവരെ അവിടുന്ന് ഇപ്പോൾ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ബന്ധിക്കുകയും സഭയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ആരാധനയിൽ നിന്നും കൂദാശകളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അകന്നുപോയ ആത്മാക്കൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിച്ച് കർത്താവിനെ ആരാധിക്കാനുള്ള പുതിയ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മന്ദത, മരവിപ്പ്, ഭക്തിരാഹിത്യം, പ്രാർത്ഥനയില്ലായ്മ, വിശ്വാസക്കുറവ്, ഇങ്ങനെയുള്ള എല്ലാ തിന്മയുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ഇപ്പോൾ ആഞ്ഞടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള ആത്മീയ പ്രതിനിധികളെ സമർപ്പിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥന ഉപേക്ഷിച്ച മക്കൾക്ക് വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. വിശ്വാസം ഉപേക്ഷിച്ച മക്കൾക്ക് വീണ്ടും വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. ദൈവികമായ നാമം വിട്ട് പാപത്തിന്റെ വഴികളിൽ പിശാചിന് തന്നെ സമർപ്പിച്ച ഓരോ മകനും മകൾക്കും ഒരിക്കൽ കൂടെ തിരിച്ചു വരാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ഹൃദയത്തിൽ ജ്വലിക്കുന്നവരായി, തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായി അങ്ങയെ ശുശ്രൂഷിക്കാനുള്ള വലിയ കൃപ അങ്ങയെ വിട്ടുവീഴ്ച പോയ ശുശ്രൂഷകർക്ക് പ്രദാനം ചെയ്യണമേ. പിന്മാറ്റത്തിലിരിക്കുന്നവരെ മുൻനിരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, വിശ്വാസത്തിൽ ദുർബലപ്പെട്ട് ജഡത്തിന്റെ പാപങ്ങളിലും മോഹങ്ങളിലും മുഴുകി ഈ ലോകത്തോടുള്ള ആസക്തി നിമിത്തം അങ്ങയെ ഉപേക്ഷിച്ചു പോയവർക്ക് വീണ്ടും അങ്ങയിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. മരണം വരെ വിശ്വസ്തനായിരിക്കാനുള്ള കൃപ, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മരണം വരെ അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് ഇപ്പോൾ സമൃദ്ധമായി പ്രദാനം ചെയ്യണമേ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം, സ്തോത്രം. എൻ്റെ പേര് ജോസ്, കാസർഗോഡ് ജില്ല, പനത്തടി ഇടവക. ഞാൻ 26 വർഷമായിട്ട് മദ്യവും പുകവലിയും സ്ഥിരമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, ഇനി എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അതിനുശേഷം മദ്യം ഒഴിവാക്കി. അന്ന് തൊട്ട് ഇന്ന് വരെ പുകവലി അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പുക വലിക്കണമെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ വലിക്കത്തില്ല എന്ന് ഈശോയുടെ അടുത്ത് ഞാൻ തീരുമാനമെടുത്തു. 26 വർഷമായുള്ള മദ്യപാനവും പുകവലി ശീലവും കർത്താവ് സുഖപ്പെടുത്തി. കയ്യെടുത്ത് ഒന്നുകൂടെ നന്ദി പറയാം. എൻ്റെ പേര് ഏഞ്ചൽ കുര്യാക്കോസ്. ഞാൻ തോട്ടുമുക്ക് ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സേവ്യാസം നയിച്ച ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് വണ്ടിയിൽ കയറുമ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു. സെയ്യോനിലേക്ക് വരുമ്പോഴും ഞാൻ ഛർദ്ദിച്ചിരുന്നു. മറ്റുള്ളവർ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴും എനിക്ക് തല പൊക്കാൻ പോലും പറ്റില്ലായിരുന്നു. ധ്യാനത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പെരപണി പൂർത്തിയാകാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ സെയ്യോൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം എഴുതിയിടുവാനും അമ്മ പറഞ്ഞു. ധ്യാനത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, സെയ്യോനിൽ നീ പ്രാർത്ഥിച്ചപ്പോൾ നടക്കുകയാണെങ്കിൽ കട്ടിൽ വാങ്ങുന്നതിനായി 5000 രൂപ കൊടുക്കാമെന്ന്. ധ്യാനത്തിന് ശേഷം ഒത്തിരി വണ്ടിയിൽ യാത്ര ചെയ്തു. എൻ്റെ ഛർദിയും ക്ഷീണവും പരിപൂർണമായി വിട്ടുമാറി. അതുപോലെ ഞങ്ങളുടെ പെരപണി പൂർത്തിയായി. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അതിൻ്റെ വെഞ്ചിരിപ്പ് നടന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി. ജല്ലിപ്പാറയിൽ വെച്ച് വട്ടായിലച്ചൻ ധ്യാനം നടത്തിയപ്പം തന്നെ എൻ്റെ കാലിൻ്റെ 2 കാലിൻ്റെയും ഞരമ്പിന് ഭയങ്കര വേദനയായിരുന്നു. വേദന ഉണ്ടായാലും എനിക്ക് കുറേ നേരം രാത്രിയിലേറ്റിരുന്ന് തിരുമ്മിയാലൊന്നും മാറുകയില്ലായിരുന്നു. എന്നിട്ട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അത് പൂർണ്ണമായി സുഖപ്പെട്ടു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്യടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ബേബി, വിളിക്കുന്ന പേര് മാത്യു പേര്. ഞാൻ തോട്ടുമുക്ക് ഇടവക, കോഴിക്കോട് ഇല്ല. ഞാൻ പോകുന്നപ്പോൾ തന്നെ പുകവലി നിർത്താൻ വേണ്ടി തന്നെയാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞത്. ഒരു 35 കൊല്ലമായി വലിക്കാൻ വേണ്ടി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിക്കുന്നതാണ്. 35 വർഷമാണ് പുകവലി കർത്താവ് സുഖപ്പെടുത്തി. അപ്പം ഇന്നലെ പുകവലി മാത്രം സുഖപ്പെടുത്താൻ ഇടയ്ക്ക് വല്ലപ്പോഴും ലേശം മദ്യം കഴിക്കും. അതുകൊണ്ട് നിർത്തിയാലേ പുകവലി നിർത്താൻ പറ്റാനുള്ള അനുഗ്രഹം തരും എന്നുള്ള ഒരു ഇന്നലത്തെ
പ്രാർത്ഥന കിട്ടിയപ്പം മദ്യകുപ്പി വലിച്ചെറിയുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതും പരിപൂർണമായിട്ട് നിർത്തിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ കാലിന് ഒരു തിരിഞ്ഞു പറഞ്ഞൊരു പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഈ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നീര് വരായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ആ കാര്യം ഞാൻ മറന്നു കിടന്നാണ്. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ. കാല് പരിപൂർണമായി കർത്താവ് സൗഖ്യം കൊടുത്ത് ഇത്ര ശക്തി ചവിട്ടിയിട്ടും ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. നന്നായി കൈയടിച്ച് സ്വയഭാഗപ്പെടുത്തുന്നു. എൻ്റെ പേര് മേരി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുഷ്പേരി അടവയിൽ നിന്ന് വരുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിവിടെ വന്ന് എനിക്ക് നെഞ്ചുവേദന തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആ നെഞ്ചുവേദനയും അതുപോലെ എൻ്റെ വയറിനുള്ളിൽ ഒരു ഭയങ്കരമായൊരു കട്ടിയിരിക്കുന്നത് പോലെ ഇങ്ങനെ ശ്വാസം ഇങ്ങോട്ട് കയറി വരുന്ന ഇവിടെ ശ്വാസം കിട്ടാത്ത അവസ്ഥ എനിക്കുണ്ടാകാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇവിടെ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് അച്ഛൻ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ ആയിരിക്കും സൗഖ്യപ്പെടുത്തിയതെന്ന്. അതിനുശേഷം ഞാൻ റാഫേൽ ബ്രദറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബ്രദർ പറഞ്ഞു, നെഞ്ചുവേദനയുള്ള ഉണ്ടല്ലോ, അത് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി. അതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ എൻ്റെ ശരീരം തളർന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്ര ഒരു അവസ്ഥ എനിക്കുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ തന്നതിന് എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കരങ്ങളടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.